ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വിപ്രോയിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. വിപ്രോ ഇപ്പോൾ 2025 പാസ് ഔട്ട്സ് ആയ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓൾ ഇന്ത്യ വേക്കൻസിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. പ്രോജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത്. മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിക്കുന്നില്ല. സോ അതിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, ഏത് സ്ട്രീംസിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ഇയർ പാസ് ഔട്ട്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ പാക്കേജ് സാലറി എങ്ങനെയാണ് വരുന്നത്, എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും അഗ്രിമെന്റ്സ് കാര്യങ്ങൾ വിപ്രോ ചോദിക്കുന്നുണ്ടോ, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ചൊക്കെ പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വിപ്രോ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് വിപ്രോസ് ടെർബോ ഹയറിംഗ് പ്രോഗ്രാം എന്ന പേരിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് 2025 പാസ് ഔട്ട്സ് ആവുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിന് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് വെച്ചാൽ BE അല്ലെങ്കിൽ BTech ആണ്. അതായത് ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ടെക്നോളജി. കമ്പ്യൂട്ടർ സയൻസ്, IT, സർക്യൂട്ടൽ മേഖലയിലൊക്കെ ഈ ഒരു BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇയർ ഓഫ് ഗ്രാജുവേഷൻ അവർ എടുത്തു പറയുന്നുണ്ട് 2025. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th-നും 12th-നും 60% മാർക്സ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഗ്രാജുവേഷൻ, അതായത് ഈ BTech-ന് 6 CGPA അല്ലെങ്കിൽ 60% മിനിമം വേണമെന്ന് അവർ പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഒരു 1 ബാക്ക്ലോഗ് ഈസ് അലൗഡ്, അതായത് സപ്ലി ഒരു ബാക്ക് പേപ്പർ ഒക്കെ അലൗഡ് ആണ് ഒരു അസസ്മെന്റ് ടൈം വരെ. അതിനുശേഷം 8th സെമസ്റ്റർ വരെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ നോ ഗ്യാപ്സ് ആർ അലൗഡ് ഇൻ ഗ്രാജുവേഷൻ പീരീഡ്. BTech-ന്റെ ഫസ്റ്റ് ഇയർ ടു 4th ഇയർ വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. അതിന്റെ നടുവിൽ മറ്റ് ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്ന മറ്റ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ. ഇനി ഒരു ജോബിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രോജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ് അവർ ഹയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ കോമ്പൻസേഷൻ നോക്കുകയാണെങ്കിൽ 5.5 lakhs CTC ആണ്. അതായത് ടോട്ടൽ ഇയറിൽ നിങ്ങൾക്ക് വരുന്ന CTC, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഗ്രോസ് സാലറി ആണ് അവർ പറയുന്നത് 5.5 lakhs പ്ലസ് ഒരു 1 lakh റിട്ടൻഷൻ ബോണസും കമ്പനി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ വിപ്രോ പോലുള്ള MNC ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡീഷണൽ ബെനിഫിറ്റ്സ്, അലവൻസസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ കുറച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ആൻഡ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് സ്കീം ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ആക്സിഡന്റ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, പാരന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. മറ്റ് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, PF, ഗ്രാറ്റുവിറ്റി, പെൻഷൻ അത് ഓപ്ഷണൽ എന്ന് പറയുന്നുണ്ട്, സർവൈവർ ബെനിഫിറ്റ്, അങ്ങനെ ഒരുപാട് അലവൻസസ് അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, ഒരു സർവീസ് അഗ്രിമെന്റ് ഉണ്ടാവും 12 months, അത് 75,000 ആയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലിങ്കിൽ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. ഡയറക്റ്റ് ഓടിപ്പോയത് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ ആണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് എത്തുക. ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. February 28 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. സ്റ്റാർട്ട് രജിസ്റ്ററിംഗ് കൊടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. അതാണ് സ്റ്റെപ്പ് 1. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ ആ കാൻഡിഡേറ്റ്സിന് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും. 3 സെഗ്മെന്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആദ്യം നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, വെർബൽ സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ ലോജിക്കൽ എബിലിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കോഡിംഗ് ടെസ്റ്റ് ഉണ്ടാവും. കോഡിംഗ് ലാംഗ്വേജസ് വേണ്ടി C++, ജാവ, പൈത്തൺ ആ ഒരു മേഖലയിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്കിൽ അവർ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സെക്കൻഡ് വരുന്നത്. അതിനുശേഷം ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഇത്രയുമാണ് ഓൺലൈൻ അസസ്മെന്റിൽ വരുന്നത്. പിന്നെ സ്റ്റെപ്പ് 3 വരുന്നത് ഒരു വോയിസ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ വോയിസ് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബിസിനസ് ഡിസ്കഷൻ വരും. സോ ഇത്രയുമാണ് ഫൈനൽ റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂ വരുന്നത്. പിന്നെ സ്റ്റെപ്പ് 5 വരുന്നത് ലെറ്റർ ഓഫ് ഇന്റന്റ് ആണ്. കാൻഡിഡേറ്റ്സ് ഹു ക്ലിയർ ദ ബിസിനസ് ഡിസ്കഷൻ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ ലെറ്റർ ഓഫ് ഇന്റന്റ്. ഓൾമോസ്റ്റ് സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന ഒരു പ്രോസസ് ആണത്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്റ്റെപ്പ് 6 പ്രീ സ്കില്ലിംഗ് ട്രെയിനിങ് ഉണ്ടാവും. ആ ഒരു നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഫൈനൽ നിങ്ങൾക്ക് വിപ്രോയിലേക്കുള്ള ഓഫർ ലെറ്റർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും.
പിന്നെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവരുടെ ഒഫീഷ്യൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഇമെയിൽ ഐ ഡി അതേപോലെ അവരുടെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങളൊക്കെ മെയിൽ ത്രൂ റേസ് ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്, വിപ്രോയിലേക്കുള്ള ഒരു അവസരമാണിത്. മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വിപ്രോന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ബിടെക് കഴിയുന്ന കാൻഡിഡേറ്റ്സിന്, ഇതുപോലുള്ള ഒരു ബിടെക് നമ്മുടെ നാട്ടിലൊക്കെ കഴിയുന്ന കാൻഡിഡേറ്റ്സിന് ഇതുപോലുള്ള MNCകളിലൊക്കെ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആവാൻ സാധ്യത കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ബിടെക് ഫൈനൽ ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്ക്, വാട്സാപ്പ് ഗ്രൂപ്പ്സിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ അറിഞ്ഞത് അവർക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.